LDF വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അതിന് അധികാരത്തിൽ വരാനുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിലുണ്ടെങ്കിൽ LGTP ജയിക്കാം. മഞ്ചേശ്വരവും കാസർഗോഡും ഞങ്ങൾ ഇത് ചെയ്യുമെന്നുള്ള ഒരു നിലയിലാണ് അവർ ഇത് ചെയ്യുന്നത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള അവകാശവാദങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ കെ സുധാകരൻ മത്സരിക്കുന്നില്ല എങ്കിൽ അവിടെ LDF ജയിക്കും. മനുഷ്യർ സിദ്ദിഖിനെ കൂകിയത് ആ മനുഷ്യനോടുള്ള കൂകലല്ല, നമ്മൾ കൂകിപ്പോകും. ഇപ്പോഴും ഇന്നലെയും മിനിയാന്നും പോലും സതീശൻ നുണ പറഞ്ഞ് നടക്കുകയാണ്. ഇത് ഫാക്റ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി, 28% പക്ഷേ ഇന്നും അവർക്കൊരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, ഒരു ഫുൾ ഫ്ലഡ്ജഡ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു നടക്കാത്ത സ്വപ്നം പോലെയാണ്. അപ്പോൾ ഷാഫി പറമ്പിലിൽ ഒരു പക്ഷേ ആ ഒരു സ്വപ്നം അവർ കാണുന്നെങ്കിൽ അവർ കുറ്റം പറയാൻ പറ്റില്ല. AK ആന്റണി ഉമ്മൻചാണ്ടി ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയാണെന്നൊക്കെ പറയുന്നത് അവരോടും അവരുടെ രാഷ്ട്രീയത്തോടും ചെയ്യുന്ന ഭീകരമായിട്ടുള്ള ചരിത്രവിരുദ്ധതയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കാം. അത് അവർക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കരുത്. ലോകത്തിൽ ഇത്രയും ഭംഗിയായി ഒരു ദുരന്ത പുനരധിവാസം നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പടിവാതിലെത്തി. കേരളത്തിലെ 3 പ്രമുഖ മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൻ്റെ തിരക്കിലാണ്. മിക്കവാറും അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ ആര് ഏതെല്ലാം മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ അതിനു മുമ്പ് കേരളത്തിലെ ഈ ഇലക്ഷനിൽ എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെല്ലാം മുന്നണികൾ ഏതെല്ലാം തരത്തിലുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമാണ് ഫേസ് ചെയ്യുന്നത്, അത് നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലൂടെയുള്ളൊരു ഒരു ഓട്ടപ്രദക്ഷിണമെന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു നിലയിലുള്ള ഒരു ഡിസ്കഷനാണ് നമ്മളിന്ന് നടത്തുന്നത്. നമ്മുടെ കൂടെ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത് KJ ജേക്കബ്, ശ്രീകുമാർ മനയിൽ, പിന്നെ രശ്മി. അപ്പോൾ രശ്മി കാസർഗോഡ് നിന്ന് തുടങ്ങും. കാസർഗോഡ് നമ്മുടെ ജില്ലയിൽ നിന്ന് തുടങ്ങും. എന്നിട്ട് നമ്മളിങ്ങ് തിരുവനന്തപുരം വരെ എത്തുന്ന ഒരു യാത്രയാണ്. ഓക്കെ, കാസർഗോഡ് ജില്ലയിൽ ആകെ ഉള്ളത് 5 മണ്ഡലങ്ങളാണ്. അതിൽ തന്നെ 3 മണ്ഡലങ്ങൾ LDF, അതേപോലെ 2 മണ്ഡലങ്ങൾ UDF. UDF എന്ന് പറയുമ്പോൾ ലീഗാണ് ഈ 2 മണ്ഡലങ്ങളിൽ കാലാകാലങ്ങളായിട്ട് വിജയിച്ചു വരുന്നത്. അതുപോലെ ബാക്കിയുള്ള 3 മണ്ഡലങ്ങൾ LDFൻ്റെ ഉറച്ച മണ്ഡലങ്ങളാണ്. ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കാസർഗോഡ് അതേപോലെ മഞ്ചേശ്വരം എന്നീ 2 ജില്ലകളിൽ BJPക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. അവരവിടെ വിജയിച്ചു വരുന്ന രീതിയിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്താൻ വേണ്ടിയിട്ട് BJP കഴിഞ്ഞിട്ടുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി പരിഗണിക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. അപ്പോൾ അവിടെ ഒരു ത്രികോണ മത്സരം തന്നെ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. അതേപോലെ 2006 തോന്നുന്നു മഞ്ചേശ്വരത്ത് LDF വിജയിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ രീതിയിൽ 2026 തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം LDFൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് LDF നേതാക്കളുടെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ഇത്തവണ കാസർഗോഡിൻ്റെ മുഖം എന്തായിരിക്കും എന്നുള്ളത് ഈ ഒരു ചർച്ചയിലാണ് മുന്നോട്ട് വരുന്നത്. ഞാൻ പറയണത് മഞ്ചേശ്വരമാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു സിംബോളിക്കായ സാധനം. കാരണം 2 രീതിയിലാണത് ഇതാവുന്നത്. നേരത്തെ രശ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മഞ്ചേശ്വരം എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ UDF ജയിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് എപ്പോഴും പറഞ്ഞിരുന്നത് ഒരു ഘട്ടത്തിൽ CPM അതിൻ്റെ വോട്ട് UDFന് വേണ്ടി മറിച്ചു കൊടുക്കുന്നു, BJP വിജയിക്കാതിരിക്കുക എന്ന് പറയുന്ന നിലയിൽ. പക്ഷേ ഈ ഇലക്ഷനിൽ അങ്ങനെ നടക്കുമോ, അതോ CPM അതിൻ്റെ വോട്ട് അതുപോലെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ആർക്കായിരിക്കും? അത് കാസർഗോഡ് മൊത്തം ജില്ലയിൽ എങ്ങനെയായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുക? എങ്ങനെ എന്ത് തോന്നുന്നു ശ്രീകുമാർ? എനിക്ക് തോന്നുന്നത് ഇത്തവണ CPM അവരുടെ വോട്ട് നേരത്തെ പറഞ്ഞ പോലെ പ്രിസർവ് ചെയ്ത് നിർത്താനാണ് സാധ്യത. കാരണം ഓരോ സീറ്റിനും വേണ്ടിയുള്ള പോരാട്ടം അതിശക്തമാണ് ഈ ഇലക്ഷനിൽ. കാരണം CPMനും LDFനും 3ാം തവണ ഭരണം ലഭിച്ചേ മതിയാവൂ എന്നുള്ള ആ ഒരു ചിന്തയിലും ആ ഒരു വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പം മഞ്ചേശ്വരം പോലൊരു സ്ഥലത്ത് അത് ലീഗിനായാലും അല്ലെങ്കിൽ കോൺഗ്രസിനായാലും UDFന് ഒരു സീറ്റ് അധികം നൽകേണ്ടത് എന്തിനാ എന്നുള്ളൊരു ധാരണ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ LDFൻ്റെയോ CPMൻ്റെയോ മനസ്സിൽ വന്നേക്കാം. പക്ഷെ അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഒരു പ്രശ്നമുണ്ട്. ഈ CPMന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അവിടെയുണ്ട്. അത് പരമ്പരാഗതം ഞാൻ ഉദ്ദേശിച്ചത് CPMന് പൊതുവേ വോട്ട് ചെയ്ത് വരുന്ന ഒരു മുസ്ലിം വിഭാഗമുണ്ട്. അവിടെ BJP ജയിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മുസ്ലിം വിഭാഗം പ്രത്യേകിച്ച് പാർട്ടിയോടൊന്നും താല്പര്യപ്പെടാതെ അല്ലെങ്കിൽ പാർട്ടിയുടെ ചിന്താഗതി എന്താണെന്നൊന്നും പരിശോധിക്കാതെ അവർ ഒരു പക്ഷേ മുസ്ലിം ലീഗിനോ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തേക്കാം. അങ്ങനെ വരുമ്പോൾ ഈ മഞ്ചേശ്വരത്തുള്ള BJPയുടെ വിജയം എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് മാത്രമേ BJPക്ക് ജയിക്കാനുള്ള വോട്ടുകളുള്ളൂ. മാക്സിമം ചെയ്താൽ അവർക്ക് ജയിക്കാൻ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഏക മണ്ഡലം കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്താണ്. പക്ഷേ അവിടെ ഇങ്ങനൊരു പ്രശ്നമുള്ളത് വെച്ചാൽ CPMന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന മുസ്ലിം വോട്ടേഴ്സ്
അവർ സുരേന്ദ്രൻ അല്ലെങ്കിൽ സുരേന്ദ്രൻ അവിടെ നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. സുരേന്ദ്രൻ വിജയിക്കുന്ന അവസ്ഥ വരുവാണെങ്കിൽ അവർ ഈ പറയുന്ന പോലെ ലീഗിന് പാർട്ടിക്ക് അതീതമായിട്ട് അവർ പാർട്ടി നിർദ്ദേശം അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനം എന്ത് തന്നെ ആയാലും അവരൊരിക്കലും അതിൽ നിന്ന് കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ജേക്കബ് എന്താ പറയുന്നത്? അത് ഈ ഒരു പാറ്റേൺ പോലെ ഇരിക്കും. ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞ ഒരു മുസ്ലിം വോട്ടിലെ ഷിഫ്റ്റ്, അതിപ്പോൾ പൊതുവേ നമ്മൾ അനലിസ്റ്റുകളായി അവതരിക്കുന്ന ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് മുസ്ലിം വോട്ടിന് ഒരു കൺസോളിഡേഷൻ, മുസ്ലിം വോട്ടിന് ഒരു ഷിഫ്റ്റ് എന്നുള്ളത്. അത് നമ്മൾ കണ്ണടച്ചെടുക്കാൻ പറ്റുന്നൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിങ്ങൾ UDF വോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു, അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നുള്ളതൊരു സത്യമായിരിക്കും. പക്ഷെ അതൊരു കൺസോളിഡേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്നുള്ള തോന്നലല്ല എനിക്കുള്ളത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്ന അതേ കാരണം കൊണ്ടല്ല ഒരു സമസ്ത മുസ്ലിമുകാരൻ UDF വോട്ട് ചെയ്യുന്നത്. അവർക്ക് രണ്ടുപേർക്ക് രണ്ട് പൊളിറ്റിക്സ് ഉണ്ട്. അതല്ലാതെ മുസ്ലിങ്ങളെല്ലാം കൂടെ ഒലിച്ചു പോകുന്നു എന്നുള്ള തോന്നലിൽ നിന്നല്ല. അതിൽ LDF നേരത്തെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മുസ്ലിങ്ങളും ഉണ്ട്. അവർക്ക് പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ചില പരിഭവങ്ങളും ചില പരാതികളും LDFിനോട്ടുണ്ട്. LDFിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട്ടുണ്ട്. അത് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല, സെക്കുലർ ആയിട്ടുള്ള മനുഷ്യർക്കും മുസ്ലിം ലീഗിൻ്റെ CPMൻ്റെയും LDFിൻ്റെയും ചില നിലപാടുകളോടുള്ള എതിർപ്പുണ്ട്. ആ എതിർപ്പ് പ്രതിഫലിച്ചിട്ടുണ്ട്. അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ LDFിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് വെച്ചിട്ടാണ് നമ്മളിത് കണക്കാക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം CPM ഈ മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ചില ആഘോഷങ്ങൾ ഇപ്പം CPM ആഘോഷിക്കാറില്ല. അതായത് ആരെ ആഘോഷിച്ചത് കൊണ്ടാണോ ഇത്രയധികം CPMൻ്റെ ഇമേജ് മോശമായത്, ആ വെള്ളാപ്പള്ളി നടേശനെ ഇപ്പം CPM തൊടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകേണ്ടിയിരിക്കും. നമ്മളിത് ഒരു പുറത്തു നിന്നുള്ള ഒരു കൺജക്ചേഴ്സിന് പകരം നമ്മൾ അവിടുത്തെ മനുഷ്യരോട് സംസാരിക്കുന്നത് അതല്ല, അതൊരു ഒരു കൺസോളിഡേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് കേരളത്തിലെ ഒരു സെക്ഷൻ ഓഫ് വോട്ടേഴ്സ് അവരെ കണക്കാക്കുന്നത് അത്ര ലോജിക്കലായിരിക്കും എന്നുള്ള തോന്നൽ എനിക്കില്ല. അതിൽ ഇപ്പം രശ്മി കാസർഗോഡ് നിന്നുള്ള പ്രധാന നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ജില്ലയിലെ 5 സീറ്റും നമ്മൾ ഇത്തവണ പിടിക്കുന്ന ഒരു നിലയിലുള്ള കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത്. തിരിച്ച് അവിടുത്തെ കാസർഗോഡ് നിന്നുള്ള MP ആയ കോൺഗ്രസിൻ്റെ MP ആയ രാജ്മോഹൻ ഉണ്ണിത്താനും അതുപോലെ തന്നെ ഈക്വലായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത് ഇത്തവണ CPM LDFിന് ഒരു സീറ്റും ജില്ലയിൽ കിട്ടത്തില്ല. BJPയുടെ അവർ മിനിമം 2 സീറ്റെങ്കിലും മഞ്ചേശ്വരവും കാസർഗോഡും ഞങ്ങൾ ഇത് ചെയ്യുമെന്നുള്ള ഒരു നിലയിലാണ് അവർ ഇത് ചെയ്യുന്നത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവകാശവാദങ്ങൾക്ക് ഒരു ഉറപ്പമില്ല. അത് നമുക്ക് ഈ സ്ഥാനാർത്ഥികൾ കൂടെ ആരാണെന്ന് തെളിയുമ്പോഴത്തേക്ക് വരാം. പക്ഷേ LDFിൻ്റെ 3 സീറ്റുകളെന്ന് പറയുന്നത് തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, പിന്നെ ഇതാണെന്ന് തോന്നുന്നു ഉദുമ. ഈ 3 സീറ്റുകളിലും അവർക്ക് വളരെ ഉദുമ കോൺഗ്രസും ജയിക്കുന്ന സീറ്റാണ്. കാരണം KP കുഞ്ഞിക്കണ്ണൻ പണ്ട് 87 ജയിച്ചൊരു സീറ്റാണ് ഉദുമ എന്ന് പറയുന്നത്. പക്ഷേ ഉദുമയിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ പലപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥി തോൽപ്പിക്കുന്നത് ലീഗുകാരാണെന്നാണ് കോൺഗ്രസിൻ്റെ ആക്ഷേപം. ഈ ലീഗുകാർ അവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല, അങ്ങനെ ആ സീറ്റ് നഷ്ടപ്പെടുകയാണ് പതിവ്. ഉദുമ ശരിക്കും കോൺഗ്രസ് സീറ്റ് തന്നെയാണ്. കോൺഗ്രസിന് രാഷ്ട്രീയപരമായിട്ട് തന്നെ ശക്തിയുള്ള സ്ഥലമാണ്. പൊതുവെ നല്ല കമ്മിറ്റികളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ലീഗുകാർ ചിലപ്പോൾ പാലം വലിക്കും എന്നുള്ളൊരു ഭീതി എപ്പോഴും ഈ കോൺഗ്രസ്സുകാർക്ക് അവിടെയുണ്ട്. കാരണം കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാതിരിക്കാൻ, ഇത് 2021 മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാതിരിക്കാൻ ലീഗും CPMും തമ്മിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നുള്ള ആരോപണം അവിടെയുള്ള കോൺഗ്രസ്സുകാർ പല ഘട്ടങ്ങളിലായിട്ട് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ സംസ്ഥാന തലത്തിൽ ലീഗിൻ്റെ ആ ഒരു ബന്ധം നിലനിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും കോൺഗ്രസ് നേതൃത്വം അതിലേക്ക് ശ്രദ്ധിക്കാറില്ല. പക്ഷേ അങ്ങനെ അതിലൊരു യാഥാർത്ഥ്യമുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം കാസർഗോഡ് ജില്ലയിൽ 87-നൊക്കെ ശേഷം പിന്നെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ വിജയിച്ചില്ല. അതിന് പ്രധാന കാരണം ഇപ്പോൾ ലീഗ് പൂർണ്ണമായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും അവിടെ. പക്ഷേ ഇതുവരെ അതുണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ 2026 ഈ രാഷ്ട്രീയ സ്ഥിതിഗതികളും രാഷ്ട്രീയ സാഹചര്യം മാറി വന്ന സ്ഥിതിക്ക് ഒരു പക്ഷേ ഒരു റീതിങ്കിങ് ലീഗിലുണ്ടായേക്കാം. അത്രേ ഉള്ളൂ. നമ്മൾ കാസർഗോഡ് നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് വരികയാണ്. കണ്ണൂർ ജില്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പൊളിറ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയ സാധനമാണ്. ഇത്തവണ എനിക്ക് തോന്നുന്നു ആകപ്പാടെ 2 സീറ്റാണ് കണ്ണൂർ ജില്ലയിൽ, ഇരിക്കൂറും പേരാവൂരുമാണ് UDFിൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപക്ഷെ മാധ്യമങ്ങളുടെ വാർത്ത ശരിയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം നടക്കാൻ പോകുന്നതാണ്. KK ശൈലജ ടീച്ചർ പേരാവൂർ LDFിൻ്റെ സ്ഥാനാർത്ഥിയാവുമെന്ന് പറയുന്നത്. എന്താണ് രശ്മി അവിടുത്തെ ഒരു സ്ഥിതി?
പേരാവൂര് സണ്ണി ജോസഫാണ് കാലങ്ങളായിട്ട് UDFന്റെ MLA ആയിട്ട് വരുന്നതും. പേരാവൂര് നോക്കുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് UDFന്റെ കയ്യിലുള്ള ഉറച്ച മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും KK ശൈലജ ടീച്ചറെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥി അവിടെ വരുന്ന സമയത്ത് ശക്തമായൊരു മത്സരം അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. ജയപരാജയങ്ങൾക്കപ്പുറം ഭയങ്കര ശക്തമായിട്ടുള്ളൊരു മത്സരം തന്നെ പേരാവൂരിൽ സംഭവിക്കുന്നതാണ് തോന്നുന്നത്. ഇരിക്കൂറിനെ അപേക്ഷിച്ച് ഇരിക്കൂർ 45 വർഷമായിട്ട് UDFന്റെ കയ്യിലുള്ള മണ്ഡലമാണ്. 35 വർഷം KC ജോസഫ് തന്നെ ജയിച്ചു വന്നൊരു മണ്ഡലമാണ്. അവിടെ CPIനെ ഇറക്കിയിട്ടാണെങ്കിലും കേരള കോൺഗ്രസ് എമ്മിനെ ഇറക്കിയിട്ടാണെങ്കിലും CPIന് യാതൊരു തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ വർഷമാണ് 2021 പോലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും സജീവ് ജോസഫിനെ പോലെ UDF തന്നെ അവിടെ വിജയിച്ച് വരികയും ഒരു തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റാതിരുന്നൊരു സാഹചര്യമാണുള്ളത്. പിന്നെ ഉള്ളത് അഴീക്കോട് മണ്ഡലമാണ്. അഴീക്കോട് KM ഷാജി ജയിച്ചു വന്നിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ KV സുമേഷ് 2021 ജയിക്കുന്നത്. അതും UDFന്റെ ഉറച്ച മണ്ഡലമായിരുന്നു. പക്ഷേ ഇത്തവണ 2021 അവിടെ ഒരു മാറ്റം വരാൻ സാധിച്ചിട്ടുണ്ട്. 2026 വരുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും മാറ്റം വരുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ പ്രാധാന്യപ്പെട്ടൊരു മണ്ഡലമാണ് കണ്ണൂർ. കണ്ണൂർ ഇത്തവണ UDFിലേക്ക് പോകും എന്നുള്ളൊരു പറഞ്ഞു കേൾക്കുന്നുണ്ട്. അറിയില്ല എത്രത്തോളം ആ രീതിയിൽ മാറ്റം സംഭവിക്കും എന്നുള്ളത്. അവിടെയാണെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ കണ്ണൂരും അഴീക്കോടും ഇരിക്കൂറും പേരാവൂരും ആണ് 4 മണ്ഡലങ്ങൾ. പ്രധാനമായിട്ടും ശക്തമായ മത്സരങ്ങൾ നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ UDFന് സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. ബാക്കിയെല്ലാം തന്നെ LDFന്റെ ഉറച്ച മണ്ഡലങ്ങളാണ്, സുരക്ഷിത മണ്ഡലങ്ങളാണ്. എന്താ പറയുന്നു ശ്രീകുമാർ? KK ശൈലജ പേരാവൂരിൽ മത്സരിക്കും എന്നുള്ളത് ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ കേട്ടു. അവിടെ CPMന് വേറൊരു സ്ഥാനാർത്ഥി നേരത്തെ അവിടുത്തെ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ എന്നോ പേരുള്ള ഒരാളെ നിർത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളൊരു നേരത്തെ ഒരു ടോക്ക് ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വർഷം സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ഈ പേരാവൂരിൽ പൊതുവേ അതൊരു UDF മണ്ഡലമാണ്. സണ്ണി ജോസഫ് KPC അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് ഭരണം വന്ന UDF ഭരണം വന്നാൽ മന്ത്രിയാകുമെന്ന് ഉറപ്പുള്ള ആളുകൾപ്പെട്ട ഒരാളാണ്. കാരണം അത് KPC പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹത്തിന് മന്ത്രിയാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയും പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളും കോൺഗ്രസിൻ്റെ UDFന്റെ അടിത്തറയും കൊണ്ട് പേരാവൂർ മണ്ഡലം സണ്ണി ജോസഫ് തന്നെ നിലനിർത്താനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇരിക്കൂരും ഈ പറയുന്ന അവിടെ ഒരു പ്രത്യേകിച്ച് വലിയൊരു മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല. അത് UDFന്റെ മണ്ഡലമായി തുടരാനാണ് സാധ്യത. പക്ഷേ ഈ കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ K സുധാകരൻ മത്സരിക്കുന്നില്ല എങ്കിൽ അവിടെ LDF ജയിക്കും. കാരണം കണ്ണൂർ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് K സുധാകരനാണ്. K സുധാകരൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലം. സതീശൻ പാച്ചേനിയെ കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലൊരാൾ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടായിരിക്കും? കടന്നപ്പള്ളിയുടെ വൻ ജനപ്രീതിയോ CPMന്റെ അച്ചിട്ടയായ പ്രവർത്തനം ഒന്നും കൊണ്ടായിരിക്കില്ല. കൃത്യമായിട്ടുള്ള പാലംവലി കോൺഗ്രസിൽ നടന്നുകൊണ്ടാണ്. അപ്പോൾ K സുധാകരന് താല്പര്യമുള്ള ആളുകളെ സതീശൻ പാച്ചേനെ ഇപ്പോൾ ഒരാൾ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ പിന്നെ K സുധാകരന് ഒരിക്കലും ആ കണ്ണൂർ മണ്ഡലം ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ കടന്നപ്പള്ളി ഒരാൾ അവിടെ നിന്ന് അപ്പോൾ ഒരാൾ 2-3 പ്രാവശ്യം അവിടെ നിന്ന് ഒരിക്കലും ജയിക്കില്ല. അത് ജയിക്കാൻ കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിനുള്ളിലെ ഈ ഒരു ശാക്തിക ചേരി ബലാബലത്തിൽ വരുമ്പോൾ K സുധാകരൻ ആഗ്രഹിക്കുന്ന ആൾ മാത്രമേ അവിടെ വിജയിക്കുകയുള്ളൂ. ഇത്തവണ സുധാകരൻ്റെ പേരാണ് അവിടെ കൂടുതലായിട്ട് കേൾക്കുന്നത്. ഒരുപക്ഷെ സുധാകരനല്ല വേറൊരാളാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും UDFന് സാധ്യത എന്നുള്ളത് ഇപ്പോൾ കടന്നപ്പള്ളി എന്നാൽ ജയിക്കാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഇത് മനസ്സിലാക്കുന്നത്. പക്ഷേ CPM വേറൊരാളെ പരീക്ഷിക്കുകയും അവിടെ K സുധാകരനല്ല വേറൊരു UDF സ്ഥാനാർത്ഥി വരികയും ചെയ്താൽ ഒരു പക്ഷേ കണ്ണൂരിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് കണ്ണൂർ മണ്ഡലം യഥാർത്ഥത്തിൽ അത് UDFന്റെ ഉറച്ച മണ്ഡലമാണ്. കാരണം കൃത്യമായ മുസ്ലിം വോട്ടർ അടക്കമുള്ള മണ്ഡലമാണ്. പക്ഷേ K സുധാകരനെ വിചാരിക്കണം അവിടെ ആര് ജയിക്കണം എന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നടക്കാറുള്ളത്. ഈ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത ചില മണ്ഡലങ്ങൾ, അതായത് മട്ടന്നൂർ, തലശ്ശേരി, ധർമ്മടം, കല്യാശ്ശേരി, ടു സം എക്സ്റ്റെൻറ്റ് കൂത്തുപറമ്പ്, പയ്യന്നൂർ, ഇത്തരം മണ്ഡലങ്ങൾ LDFന്റെ മണ്ഡലങ്ങളാണ്. തളിപ്പറമ്പും പയ്യന്നൂരും ചെറിയൊരു അനക്കമുണ്ട് എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. തളിപ്പറമ്പിൽ ഫൈറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു സ്ഥാനാർത്ഥി UDFന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ. ഇരിക്കൂറിൽ ഫൈറ്റ് ഉണ്ടാവില്ല. ഇരിക്കൂർ ഫോർ 139 സീറ്റിലും UDF ജയിക്കുകയും ഒരു സീറ്റ് LDF ജയിക്കുകയും ഒരു സീറ്റ് UDF ജയിക്കുകയും ചെയ്യണമെങ്കിൽ ആ സീറ്റായിരിക്കും ഇരിക്കൂർ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സീറ്റാണ്. 77 തുടങ്ങി ഇങ്ങോട്ട് ഒരു വ്യത്യാസമില്ല. പേരാവൂർ 2 പ്രാവശ്യം LDF ജയിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു ഷൈനിജ ടീച്ചർ ജയിച്ചു. അതിനു മുമ്പ് ഒരു കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഗ്രസ് എസിൻ്റെ കാൻഡിഡേറ്റ് 96 എനിക്ക് തോന്നുന്നു KP നൂറുദ്ദീനെ തോൽപ്പിച്ചിട്ട്. അതല്ലാതെ 77 തുടങ്ങി ഇങ്ങോട്ടുള്ള ആകെ 2 പ്രാവശ്യം മാത്രമാണ്
ആന്റണി കോൺഗ്രസ് വന്നപ്പോഴും അന്ന് കെ പി നൂറുദ്ദീനായിരുന്നു. 80-ലും അദ്ദേഹം ജയിച്ചു. 82-ൽ തിരിച്ച് ആന്റണി കോൺഗ്രസ് UDF-ലേക്ക് പോയപ്പോഴും ജയിച്ചു. പിന്നെ എനിക്ക് 96-ലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം LDF ജയിക്കുന്നത്. പിന്നെ ശൈലജ ടീച്ചർ ഒരു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. അപ്പം അവിടെ പിന്നെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കഥാപാത്രം അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം അറ്റൻഡ് ചെയ്യാത്ത കല്യാണങ്ങളോ മരണങ്ങളോ ഇല്ല. വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു നേതാവാണ്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു MLA എന്ന നിലയ്ക്കും എനിക്കൊന്ന് 2012-ൽ 14-ലും മറ്റു വലിയൊരു പ്രളയം മറ്റൊരു ഷട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരികയും ഹി വാസ് ദെയർ ഓൺ ദ ഫീൽഡ്. മനുഷ്യരിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടാക്കിയ ഒരാളാണ്. അത് ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 3000 വോട്ടിൻ്റെ ലീഡായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് ഇളക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ശൈലജ ടീച്ചർ നോക്കേണ്ടത്. എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് എന്ന് വെച്ചാൽ LDF വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ, അതിന് അധികാരത്തിൽ വരാനുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിലുണ്ടെങ്കിൽ ശൈലജ ടീച്ചർക്ക് ജയിക്കാം, പേരാവൂർ ജയിക്കാം. അതല്ലെങ്കിൽ ഒരു UDF ഭരണത്തിലാണ് കേരളം തീരുമാനിക്കുന്നതെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെയായിരിക്കും പേരാവൂരും പോവുക. അതല്ലാതെ പേരാവൂർ മാത്രമായിട്ട് കാരണം ഈ 3000 വോട്ട് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം. ആ 1500 വോട്ട് മറിക്കാനുള്ള കപ്പാസിറ്റി ടീച്ചറുടെ അടുത്തുണ്ട്. പക്ഷേ അതിനുള്ള പൊളിറ്റിക്സ് പുറകിലുണ്ടോ എന്നുള്ളതാണ്. ആ പൊളിറ്റിക്സിലേക്ക് കേരളം മാറുകയാണെങ്കിൽ, ഒരു LDF 3.0 എന്നുള്ളതിലേക്ക് വരികയാണെങ്കിൽ പേരാവൂർ ടീച്ചറും ജയിക്കും. അതേസമയം LDF കേരളത്തിൽ അധികാരത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തി ജയിക്കാനുള്ള പിന്നെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പേരാവൂരിൽ LDF-നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാവുന്ന ഒരു മണ്ഡലമാണ്, അല്ല ഒരു ജില്ലയാണ് വയനാട്. കാരണം ആകപ്പാടെ 3 സീറ്റുകളാണ് ഉള്ളത്. അത് ഇപ്പോഴത്തെ നിലയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു UDF-ന് അനുകൂലമായിട്ടുള്ളൊരു ജില്ലയാണ് പൊതുവിൽ ഉള്ളത്. ഈ വയനാട് പുനരധിവാസം കൊണ്ട് ഏതെങ്കിലും നിലയിൽ ഈ ഒരു ഇക്വേഷനിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും? ഇല്ല, കൽപ്പറ്റയാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ ടൗൺഷിപ്പൊക്കെ സർക്കാർ കൊണ്ടത്. കൽപ്പറ്റ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞാലും മുസ്ലിം വോട്ടുകളുടെ നിർണായകമായ സ്വാധീനം കൽപ്പറ്റയിലുണ്ട്. അവിടെ T സിദ്ദിഖ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റുമാണ്. പിന്നെ അവിടെ മാത്രമല്ല, അറിയാമല്ലോ, രാഹുൽ ഗാന്ധിയും പ്രിയങ്കയൊക്കെ മാറി മത്സരിച്ച് ജയിച്ച ഒരു ഇതാണല്ലോ വയനാട്. അപ്പോൾ കൽപ്പറ്റ പോലുള്ള മണ്ഡലത്തിൽ ഈ ആരും രാഷ്ട്രീയ മാറ്റവും അടുത്തതാണ് ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു അറിവ്. അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലും ഈ പറഞ്ഞ പോലെ IC ബാലകൃഷ്ണൻ്റെ എന്നെ വേണമോ വേണ്ടേ എന്നുള്ള ആലോചന കോൺഗ്രസിൽ നടക്കുന്നെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അദ്ദേഹത്തിനെ മാറ്റി നിർത്താനുള്ള ഒരു അവസ്ഥയും ഇപ്പോഴില്ല. അപ്പോൾ IC ബാലകൃഷ്ണൻ നിന്ന് കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയിൽ ജയിക്കാൻ പഴയതുപോലെ അത്ര എളുപ്പമല്ലെങ്കിലും പക്ഷേ അദ്ദേഹം ഒരു വിന്നബിൾ കാൻഡിഡേറ്റ് തന്നെയാണ് ഇപ്പോഴും. പിന്നെയുള്ള മാനന്തവാടിയാണ്. മാനന്തവാടിയിൽ ഇപ്പോൾ ORKകളും എന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവിടെ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള ഏത് സ്ഥാനാർത്ഥിയായിരിക്കും അതനുസരിച്ചായിരിക്കും അവിടെ വിജയം എന്ന് പറയാം. പക്ഷേ ഈ 2 മണ്ഡലങ്ങളും കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും അവിടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്നതാണ്. അത് ഉറപ്പാണ്. കാരണം സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും UDF-ന് തന്നെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ച് കേളുവിന് തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ. അത് UDF അങ്ങനെ തീരുമാനിക്കുന്നു. അവിടെ ഈ മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് മാനന്തവാടിയിൽ. അപ്പോൾ അത് വയനാട് ജില്ലയിൽ മുഴുവനായിട്ടും മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. അതിപ്പോൾ കേരളത്തിൽ മലബാറിലൊക്കെ മുസ്ലിം വോട്ടുകൾ മുസ്ലിങ്ങൾ അവർ വോട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് വോട്ടുണ്ടല്ലോ. അല്ല, അവർക്ക് വോട്ട് നിർണായകം എന്ന് പറയാൻ അവർക്ക് വോട്ടുള്ളതുകൊണ്ടാണ് നിർണായകമാവുന്നത്. അതാണ് ഈ LDF ചിലപ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്, സ്ഥാനാർത്ഥി മികച്ചതായതുകൊണ്ട് ഭരണം മികച്ചതായതുകൊണ്ട് ഇത് ജയിക്കാന്നുള്ളത്. അത് നടക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയം കൂടെ മികച്ചതാണ്. സ്ഥാനാർത്ഥി മികച്ചതാണെങ്കിൽ കഴിഞ്ഞ 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ LDF നിർത്തിയ സ്ഥാനാർത്ഥികൾ എക്സെപ്ഷണൽ ശരിയായിരുന്നു. 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പ് നടത്തിയത് എക്സെപ്ഷണൽ പാർലമെൻറ്റേറിയൻസ് ഉണ്ടായിരുന്നു. ആരും ജയിച്ചില്ല. ഭരണം കൊണ്ടാണ് എങ്കിൽ എൻ്റെ കണക്കിൽ അടുത്ത 2 ഇലക്ഷൻ ജയിക്കാനുള്ള മാത്രം ഈ കഴിഞ്ഞ സർക്കാർ, ഇപ്പോഴുള്ള 2ാം LDF സർക്കാർ ഭരിച്ചിട്ടുണ്ട്. നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല അവർ തിരിച്ചു വരുമെന്നുള്ള കാര്യം നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല. അതുകൊണ്ട് സ്ഥാനാർത്ഥി രക്ഷപ്പെടുത്തും, ഭരണം രക്ഷപ്പെടുത്തും എന്നുള്ള തോന്നൽ എനിക്കില്ല. ഇപ്പോൾ കൽപ്പറ്റയെ പോലും എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇത്രയും ഭംഗിയായി ഒരു ദുരന്ത പുനരധിവാസം നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. അതിൻ്റെ നേരെ സ്റ്റാർക്ക് കോൺട്രാസ്റ്റാണ് കോൺഗ്രസ്. LDF അങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി വെച്ചപ്പോൾ കോൺഗ്രസ്സുകാർ പിരിച്ച കാശിന് പോലും കണക്കില്ലാതെ സത്യത്തിൽ നഗ്നരായി നിൽക്കുകയാണ്. മനുഷ്യർ സിദ്ദിഖിനെ കൂകിയത് ആ മനുഷ്യനോടുള്ള കൂകലല്ല, നമ്മൾ കൂകിപ്പോവും. ഇപ്പോഴും ഇന്നലെയും മിനിയാന്നും പോലും സതീശ് നുണ പറഞ്ഞ് നടക്കുകയാണ്. ഇത് ഫാക്റ്റാണ്. സർക്കാർ സ്ഥലം തരും എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇന്നുവരെ ഒരു റിക്വസ്റ്റ് ആർക്കെങ്കിലും കൊടുത്തായിട്ട് അദ്ദേഹത്തിന് പറയാൻ വേണ്ടി പറ്റിയില്ല.
റവന്യൂ മന്ത്രി രാജൻ 2 പ്രാവശ്യം അദ്ദേഹം ഒരേ കാര്യം ആവർത്തിച്ചു. ആ സർവകക്ഷി യോഗത്തിൽ തീരുമാനം നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്യണമെന്നല്ല, അത് സതീശൻ കൂടി ഉള്ള ഒരു സ്ഥലത്ത് വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട്, ഒരു ഏജൻസിക്ക് കൊടുക്കണം, ഒരുപോലെ വേണം എന്ന് പറഞ്ഞു. മുസ്ലിം ലീഗ് മാറി നിന്നു എന്നുള്ള വസ്തുതയാണ്. ഞാൻ പറയുന്നത് അതിൻ്റെ പേരിൽ കോൺഗ്രസ് പണം പിരിച്ച പണത്തിൻ്റെ കണക്ക് ആർക്കും അറിയത്തില്ല. അവരിപ്പോൾ ഒരു സ്ഥലം വാങ്ങി എന്ന് പറയുന്നത് മാത്രം, അത് നിരന്തരമായിട്ടുള്ള മാധ്യമങ്ങളുടെ പ്രഷർ. ഞാൻ പറയുന്നത് സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ഇരിക്കുകയാണ്. സത്യത്തിൽ വയനാട്ടിൽ ആ ഒരൊറ്റ പ്രൊജക്റ്റിൻ്റെ പേരിൽ ഭരണമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വയനാട്ടിലുള്ള 3 സീറ്റെങ്കിലും LDF ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. ഭരണം എന്നുള്ളത് ഒരു നെസസറി കണ്ടീഷൻ മാത്രമാണ്, ഒരു സഫീഷ്യൻറ്റ് കണ്ടീഷൻ അല്ല. അതിൽ എനിക്ക് നാട്ടുകാരെ കുറ്റം പറയാനില്ല, കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്നതാണ് ദാറ്റ് ഡ്രൈവ്സ് ഇറ്റ്. ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത് വരുന്നത് കോഴിക്കോട് ജില്ല. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും പൊളിറ്റിക്കലായ വോട്ടിംഗ് നടക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. ഈ കോഴിക്കോട് ജില്ലയെക്കുറിച്ചിട്ടാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച നടക്കുന്ന ഒരു ജില്ലയും. കാരണം കഴിഞ്ഞ ഏറെ വർഷങ്ങളായിട്ട് LDFൻ്റെ വലിയ ഒരു അപ്രമാദിത്വം നിലനിൽക്കുന്ന ജില്ലയാണ്. 1-2 സീറ്റുകളാണ് അവിടെ UDFന് ഇപ്പോൾ ഉള്ളത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ 1 സീറ്റാണോ, 2 സീറ്റുകളാണ്. കൊടുവള്ളിയും വടകരയും. ഇവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതും ഈ പറഞ്ഞതുപോലെ മുസ്ലിം വോട്ടിലുള്ള വലിയൊരു കൺസോളിഡേഷൻ ആണ് നടക്കാൻ പോകുന്നത്. അതാണ് കോഴിക്കോടിനെ കുറിച്ച് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എനിക്ക് തോന്നുന്നു കോഴിക്കോട് കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള പ്രദേശങ്ങൾ തന്നെയാണ്, ഒരു ജില്ല തന്നെയാണ്, UDFനും കോൺഗ്രസിനും ലീഗിന് പ്രത്യേകിച്ചും. പക്ഷേ അവിടെ മികച്ച സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ കോൺഗ്രസിന് അവിടെ MLA-മാരുണ്ടായിട്ടുണ്ട്. 2001 ശേഷം അവിടെ MLA-മാരുണ്ടായിട്ടില്ല. പക്ഷേ കൊയിലാണ്ടി പോലുള്ള മണ്ഡലമൊക്കെ നിഷ്പ്രയാസം കോൺഗ്രസ്സിന് പിടിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ലീഗിൻ്റെ അപ്രമാദിത്വത്തിന് വേണ്ടി കോഴിക്കോട് ജില്ലയെ ഇനി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണ പൊതുവെ കോൺഗ്രസ്സുകാരുടെ മനസ്സിലുണ്ട്. അവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ വളരെ പാസീവായിട്ടുള്ളൊരു മൈൻഡായിരുന്നു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചുള്ളൂ. കാരണം അവിടെയൊക്കെ ലീഗിന് സീറ്റ് കിട്ടുള്ളൂ, പിന്നെ നമ്മൾ നിന്ന് അത്ര ബലം പിടിക്കേണ്ട, കിട്ടും ഒരു സീറ്റ് 1-2 സീറ്റ് കിട്ടട്ടെ എന്നുള്ള രീതിയിലായിരുന്നു പണ്ട് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ. ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ കൊയിലാണ്ടി പോലത്തെ ഉള്ള മണ്ഡലങ്ങളിൽ, അതുപോലെ കോഴിക്കോട് മണ്ഡലം, അങ്ങനെയുള്ള അതുപോലെ എനിക്ക് കുറ്റ്യാടി, ഇതെല്ലാം പിന്നെ വടകര, ഇതെല്ലാം UDFൻ്റെ കയ്യിൽ 4 സീറ്റെങ്കിലും മിനിമം UDFന് അവിടെ പിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് തന്നെ 2-3 സീറ്റുകൾ പിടിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതിന് പറ്റിയ നേതൃത്വം ഉണ്ട്. അങ്ങനെയുള്ളൊരു അങ്ങനെ എന്താ പറയുക, നമുക്കിനി ലൂസേഴ്സ് ഫൈനലിൽ കളിക്കേണ്ട, യഥാർത്ഥത്തിൽ ഫൈനലിൽ കളിച്ച് വിജയിക്കാം. കോൺഗ്രസ്സിന് എന്തുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ MLA-മാരുണ്ടായിക്കൂടാ എന്നുള്ള ചോദ്യം അവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ ഇടയിലും സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാക്കണം UDF നേതൃത്വം വളരെ ഹാപ്പിയാണ് ഇപ്പോൾ എന്നുള്ളതാണ്. കാരണം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സീറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു 7-8 സീറ്റുകൾ വരെ പോകാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത്. വളരെ പ്രധാനമായിട്ട് കോഴിക്കോട് ജില്ലയിലെ ഈ ഒരു ആത്മവിശ്വാസത്തിന്, ഈ കോൺഗ്രസിനും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഏതാണ്ട് 40% മുസ്ലിം വോട്ട് ഉള്ള ഒരു ജില്ലയാണെന്നാണ് പറയുന്നത്. മലപ്പുറം ജില്ല കഴിഞ്ഞിരുന്നാൽ ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും അധികം മുസ്ലിം വോട്ട് ഉള്ള ഒരു ജില്ലയാണ്. ഇത് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നാണ് ജേക്കബ്? മുസ്ലിം പൊളിറ്റിക്കൽ വോട്ടാണ് ഉള്ള ജില്ല കൂടിയാണിത്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് പൊതുവേ LDFനുള്ള സാധ്യതകൾ മങ്ങൽ എന്ന് പൊതുവെ ആളുകൾ കണക്കാക്കുന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDF ആണ് ജയിച്ചത്. പക്ഷേ അതിൻ്റെ നമ്മൾ സീറ്റുകളുടെ എണ്ണം കണക്കാക്കുമ്പം 1-2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പോയത്. അതുകൊണ്ടാണ് ഞാൻ ഈ മുസ്ലിം കൺസോളിഡേഷൻ എന്ന് പറയുമ്പോൾ എനിക്കത് അത്ര അങ്ങ് ദഹിക്കാതെ വരുന്നത്. അത്രയധികം മുസ്ലിം കൺസോളിഡേഷൻ LDFന് എതിരായിട്ടുണ്ടായിരുന്നെങ്കിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, മലപ്പുറത്ത് നോക്കൂ, മലപ്പുറത്ത് വട്ടപൂജയാണ്, പ്രതിപക്ഷം ഇല്ലാത്ത തരത്തിലാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പിന്നെ ജയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പിന്നെ എല്ലാ കൺസോളിഡേഷൻ തിയറികളും ഞാൻ അംഗീകരിക്കാതെ വിടും. പൊളിറ്റിക്കൽ വോട്ടിംഗ് എന്നുള്ളത് കോഴിക്കോട് ജില്ലയിൽ നടക്കും. ഈ പറയുന്ന പോലെ കോൺഗ്രസ്സിന് ഇപ്പം നാദാപുരം, കുറ്റ്യാടി, കൊയിലാണ്ടി ഈ സീറ്റുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം LDFന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻ. നാദാപുരം LDFൻ്റെ ഒരു മണ്ഡലമാണ്. പക്ഷേ കുറ്റ്യാടിയും കൊയിലാണ്ടിയും ഒക്കെ കോൺഗ്രസും ജയിച്ചിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം. നാദാപുരം പോലും 3000 വോട്ടിനാണ് കഴിഞ്ഞാണ് തോറ്റത്, പ്രവീൺ കുമാർ തോറ്റത്. നാദാപുരം പക്ഷേ LDFന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പിന്നെ ഒരു ബേസുള്ള, കാരണം അതിൻ്റെ ഒരു സോഷ്യോളജിയും കൂടെ അതിൻ്റെ പുറകിലുണ്ടോയെന്ന് കൂട്ടിക്കും. നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കാൻ വേണ്ടി പോകുന്ന ഒരു മണ്ഡലമാണ് അത്, ഒരു ജില്ലയാണ് കോഴിക്കോട്. അതുകൊണ്ട്
പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ ആണെങ്കിൽ ഒരു വാഷ് ഔട്ട് LDF അവിടെ ഉണ്ടാകുമെന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. ഈ പറയുന്നത് പോലെ എങ്ങനെ മനുഷ്യരെ കൺവിൻസ് ചെയ്യാൻ പറ്റും, അവരുടെ രാഷ്ട്രീയം കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിനെ ആശ്രയിച്ചിരിക്കും LDFൻ്റെ അവിടുത്തെ സാധ്യതകൾ. കോൺഗ്രസിന് അവിടെ സീറ്റ് കിട്ടേണ്ടതാണ്. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കോൺഗ്രസിന് അവിടെ ലെജിറ്റിമേറ്റ് ആയിട്ടും അവിടുന്ന് സീറ്റ് കിട്ടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ തോന്നൽ. കോൺഗ്രസ് ഇല്ലാത്തൊരു സ്ഥലമല്ല. ഭയങ്കര അതിശയമാണ് സത്യത്തിൽ. കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് MLA-മാരില്ല എന്നുള്ളത് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു പ്രൊപ്പോസിഷനാണ്. അത് എനിക്ക് തോന്നുന്നു നേരത്തെ ശ്രീകുമാർ പറഞ്ഞതുപോലെ തന്നെ അതൊരു ലീഗിന് വേണ്ടി അങ്ങോട്ട് മാറ്റിവെച്ചു എന്ന് പറയുന്ന ഒരു മാത്രമല്ല ലീഗ് ലെവലിലാണ്. നേതൃത്വവും കോഴിക്കോട് ജില്ലയിൽ ലീഗും CPM നമ്മൾ മലബാറിലെ സംഭവം പറഞ്ഞാൽ കണ്ണൂർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോഴിക്കോടൊക്കെ ലീഗും CPM തമ്മിൽ വളരെ അറ്റാച്ച്ഡ് ആണ്, വളരെ അടുത്ത ബന്ധമാണ്. ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വത്തെക്കാൾ അവർ വിശ്വസിക്കുന്നത് ഇടപഴകുന്നതും ഈ ലീഗ് CPM ആ ഒരു ഇക്വേഷനിലാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവിടെ CPM പിടിച്ചു നിൽക്കാറുള്ളത്. കാരണം ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം, കോഴിക്കോട് ജില്ലയിൽ BJPക്ക് വോട്ട് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. BJP വോട്ട് വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? ഹൈന്ദവ വോട്ടുകളുടെ വർധനയാണല്ലോ. ഈ ഹൈന്ദവ വോട്ടുകൾ പല ഒരു വലിയൊരു പെർസെൻറ്റേജ് പരമ്പരാഗതമായിട്ട് CPMന് പോയിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളാണ്. അപ്പോൾ BJPയുടെ വോട്ട് വർദ്ധിക്കുന്നവർ CPM അവിടെ താഴേക്ക് പോകേണ്ടതിന് പകരം അവർ അത്യാവശ്യം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ലീഗിൻ്റെ വോട്ടുകളിൽ മുസ്ലിം വോട്ടുകൾ വളരെ കാര്യമായ രീതിയിൽ CPMന് കിട്ടുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ 2026 ആ പ്രൊപ്പോഷനിൽ മാറ്റം വരും. കാരണം വെച്ചാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം പിണറായിയെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുത്തുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ള ധാരണ അവരുടെ ആ സമൂഹത്തിൻ്റെ മനസ്സിലും പൊതുവെയും ലീഗിൽ പ്രത്യേകിച്ചും ഉണ്ടായ സ്ഥിതിക്ക് ഒരു പക്ഷേ ഇത്തവണ കോൺഗ്രസ്സിന് ആ ഒരു പക്ഷേ ലീഗിൻ്റെ സഹായവും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സഹായവും ലഭിച്ചേക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കൂടിയുണ്ട്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MP കേരളത്തിലെ ശ്രീകുമാർ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല, കേരളത്തിലെ ഏറ്റവും അപകടകരമായ വർഗീയ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഷാഫി പറമ്പിൽ. നമ്മൾ മലബാറിൽ കാണാത്ത വിധത്തിലുള്ള പൊളിറ്റിക്സാണ് അദ്ദേഹം അവിടെ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അത് പ്ലേ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ LDFന് നഷ്ടക്കച്ചവടമായി, അതിന് സംശയമൊന്നുമില്ല. അദ്ദേഹം കളിച്ച രാഷ്ട്രീയം അത് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രാഷ്ട്രീയം. കോൺഗ്രസ് പൊളിറ്റിക്സും നല്ലത്, അത് കോൺഗ്രസ്സുകാർ സാധാരണ കളിക്കുന്ന ഗെയിമൊന്നും അല്ല അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗെയിം എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യും എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടാണ്. ഞാൻ കണക്കാക്കുന്നിടത്തോളം അതിഗംഭീരമായ രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ജില്ല. അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ജേക്കബ് സാർ പറഞ്ഞ ഈ ഷാഫി പറമ്പിലെ കാര്യമുണ്ടല്ലോ, ഈ കോൺഗ്രസ്സിന് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് വയ്ക്കാൻ പറ്റിയൊരു ജനകീയ മുഖം ഇതുവരെ ഇല്ലാതിരുന്നു. പണ്ട് നേതാക്കന്മാരുണ്ട്, ഉന്നതരായ നേതാക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ് 2001 ശേഷം ഈ DIC ഒക്കെ പിളർന്നു പോയതിന് ശേഷം കോൺഗ്രസ്സിന് ഒരു ജനകീയ മുഖം വെച്ചാൽ എല്ലാ കമ്മ്യൂണിറ്റിയെ ആകർഷിക്കുക, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആകർഷിക്കാൻ കഴിയുന്നൊരു മുഖമില്ലായിരുന്നു. പക്ഷേ ഷാഫി പറമ്പിൽ വന്ന ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്തു. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. ഒന്ന് ഈ പറയുന്ന പോലെ ഒരു കമ്മ്യൂണൽ ഫാക്ടറോടെ പ്രവർത്തിക്കുന്നുണ്ടൊരു സംശയമില്ല. പക്ഷേ അപ്പോഴൊരു കോൺഗ്രസ്സിനൊരു നേതാവ് എന്നുള്ള ധാരണ എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉണ്ടായി. അല്ല, എനിക്ക് അതിലുള്ളത് ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട. എന്നാൽ പോലും ഷാഫി പറമ്പിൽ ഒരു കമ്മ്യൂണൽ മുഖമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ആർട്ടിക്കുലേഷൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം അവതരിക്കുന്നതെന്ന് പറയുന്ന കൂടുതൽ ഒരു അത് വേറൊരു തലമുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിനേക്കാൾ കൂടുതൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ല, ശരിക്കും ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളൊരു കേരളത്തിൽ ഇപ്പോൾ CH മുഹമ്മദ് കോയ 45 ദിവസം ഇരുന്നതിനപ്പുറത്തേക്ക് ഒരു കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി, 28% ഉണ്ട്. പക്ഷേ ഇന്നും അവർക്കൊരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, ഒരു ഫുൾ ഫ്ലഡ്ജഡ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു നടക്കാത്ത സ്വപ്നം പോലെയാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ ഒരു പക്ഷേ ആ ഒരു സ്വപ്നം അവർ കാണുന്നെങ്കിൽ അവർ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈഴവനും നായർക്കും ക്രിസ്ത്യാനിക്കൊക്കെ മുഖ്യമന്ത്രി ആണെങ്കിൽ പിന്നെ മുസ്ലിം മുഖ്യമന്ത്രി ആയാലെന്താ? അതൊരു ഫാക്ടർ ഉണ്ട് അവിടെ. അപ്പോൾ അത് പല ഘടകങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ CH മുഹമ്മദ് കോയ മുസ്ലിം ലീഗിൽ നിന്ന് മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി ആണെങ്കിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കല്ല CH മുഹമ്മദിനെ കാണുന്നത്. AK ആന്റണി ഉമ്മൻചാണ്ടി ക്രിസ്ത്യൻ മുഖ്യമന്ത്രിയാണെന്നൊക്കെ പറയുന്നത് അവരോടും അവരുടെ രാഷ്ട്രീയത്തോടും ചെയ്യുന്ന ഭീകരമായിട്ടുള്ള ചരിത്രവിരുദ്ധതയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കാം, നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിലും അവർക്കൊരു പക്ഷേ അങ്ങനെ ചിന്തിക്കാം. അത് അവർക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കാം അവർക്ക്. കാരണം വെച്ചാൽ അവർക്ക് അങ്ങനെ ചിന്തിക്കാം, ഒരു ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ എന്ന് ചിന്തിക്കാൻ. നമുക്ക് ഈ പൊളിറ്റിക്സിൻ്റെ ഇതിനകത്ത് അല്ല, ഞാൻ ഒരു തമാശ കൂടി പറയാം. അതായത് ഈ സ്റ്റാലിനോട് കഴിഞ്ഞ ദിവസം ചെന്നൈ വെച്ചിട്ട് ഈ ഇന്ത്യ ബ്ലോക്ക് മുന്നണികളുടെ ഒക്കെ ഒരു ഇതിലുണ്ട്. അപ്പോൾ അതിൽ മണിശങ്കർ അയ്യർ ഒരു നിർദ്ദേശം കൊടുത്തു, സ്റ്റാലിൻ ഇന്ത്യ മുന്നണിയുടെ കൺവീനറാകണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാലിൻ അതിന് മറുപടി പറഞ്ഞത് കരുണാനിധിയുടെ ഒരു വാക്ക് ഉദ്ധരിച്ചിട്ടാണ്, ഐ നോ മൈ ഹൈറ്റ്. എനിക്ക് എൻ്റെ ഉയരം അറിയാം, അത് നിങ്ങൾ എനിക്ക് വേണ്ടി ചിന്തിക്കണ്ട എന്നുള്ളതാണ് സ്റ്റാലിൻ പറഞ്ഞത്. അല്ല, ഞാൻ പറയണേ, ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഒരു ഔട്ട്ലെയർ
ജില്ലയാണ് പാലക്കാട്. നിങ്ങൾ മലപ്പുറം ഡിസ്കസ് മലപ്പുറത്തിന് നമ്മൾ മെയിൻ സ്ട്രീമിൽ വരുന്നത്. അപ്പം നമ്മൾ മലപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പാലക്കാട് വഴി മലപ്പുറത്തേക്ക് പാലക്കാട് വഴി മലപ്പുറത്തേക്കാണ്. പാലക്കാട് ഇത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും LDFൻ്റെ ഒരു രാഷ്ട്രീയ സ്ട്രെങ്ത് ഒരുപക്ഷെ അതുപോലെ നിലനിൽക്കുന്നൊരു ജില്ലയാണ്. ഈവൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് വലിയൊരു കോട്ടം അവിടെ പറ്റിയിട്ടില്ല. എങ്ങനെയുണ്ടാവും പാലക്കാടിൻ്റെ ഒരു സ്ഥിതി? പാലക്കാട് ജില്ല UDF സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒരു ജില്ലയല്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള ജില്ലയല്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഈ BJP നേടുന്ന സ്വാധീനം അത് കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും പ്രകടമായിട്ട് കോൺഗ്രസിന്റെ വോട്ട് BJPയിലേക്ക് പോയ ഒരു ജില്ലയാണ്. കാരണം വെച്ചാൽ ഒന്നാമത് ഒരു ഹൈന്ദവ വിഭാഗങ്ങൾ ഭൂരിപക്ഷമുള്ള ജില്ല, വലിയ തോതിൽ ഭൂരിപക്ഷമുള്ള ജില്ലയാണ്. പിന്നെ അവിടെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ വളരെ കുറവാണ്. മുസ്ലിം ക്രിസ്ത്യൻ ഈ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CPM ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ അവിടെ ഉള്ളൂ. ക്രിസ്ത്യൻ വിഭാഗം വളരെ കുറവാണ്, ഈ മണ്ണാർക്കാട് മേഖലയിലല്ലാതെ ഉള്ളതല്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ കോൺഗ്രസിൻ്റെ വോട്ടുകളും CPMൻ്റെ വോട്ടുകളുമാണ്. അപ്പോഴേ CPMന് അവരുടെ ബേസിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ്സിന് അതിൻ്റെ ബേസുകളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ 1971 കാസർഗോഡ് തോറ്റുപോകുമെന്ന് പേടിച്ചിട്ട് AK ഗോപാലൻ മത്സരിക്കാൻ വന്ന് പാലക്കാട്ടേക്കാണ്. കാരണം അത്രയേറെ ഉറപ്പാണ് പാലക്കാടിനെ സംബന്ധിച്ചുള്ള അന്നും CPMനുള്ളത്. ഇപ്പോഴും ഒരു പക്ഷേ അവരുടെ ബേസ് വോട്ട് ബേസിന് വലിയ ഒരു നമ്മൾ ഇൻഡാക്ട് എന്നൊക്കെ പറയില്ലേ, വലിയ പരിക്കില്ലാതെ CPM അവരുടെ വോട്ട് ബേസിനെ പിടിച്ചു നിർത്തുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. തോക്കുകയും ചെയ്ത ഇലക്ഷനിൽ കടന്നപ്പള്ളി ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പാലക്കാട് CPMന് ഇപ്പോഴും അവരുടെ ബേസ് തൊടാൻ ആർക്കും പറ്റിയിട്ടില്ല. പക്ഷേ കോൺഗ്രസ്സിന് ഇപ്പോഴും ഈ പറയുന്ന പോലെ വലിയൊരു നേട്ടങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം ഷാഫി പറമ്പിലായതുകൊണ്ട് മാത്രമാണ് പാലക്കാട് ജയിച്ചത്. അല്ലെങ്കിൽ ആ സീറ്റ്, കാരണം ഈ നേരത്തെ ജേക്കബ് സാറ് പറഞ്ഞ ചില ഘടകങ്ങളുണ്ട്. കാരണം മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്തു, മറ്റു പല ഘടകങ്ങളും ഉണ്ടായി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് ജയിച്ചതും ഈ പറയുന്ന പോലെ BJPക്കുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു പുതിയൊരു ഫേസ് ജനം എല്ലാം കൂടി അതൊരു ഒരിക്കലും മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അതൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ പാലക്കാട് കഴിഞ്ഞാൽ നിയോജക മണ്ഡലം കഴിഞ്ഞാൽ കോൺഗ്രസിന് സ്വാധീനമുള്ള നിയോജക മണ്ഡലം എന്ന് പറയാനില്ല എന്നുള്ളതാണ് അവിടെ വലിയൊരു അത്ഭുതം. തൃത്താലയുണ്ട്. തൃത്താല ഒരു പരിധി വരെ, ഈ തൃത്താല ഒരു പരിധി വരെ അല്ല. ഇപ്പോൾ MP രാജേഷിനെ പോലുള്ള സ്ഥാനാർത്ഥി തൃത്താല അന്ന് ബൽറാം തോക്കാൻ കാരണം ഈ പറഞ്ഞ പോലെ അവിടെ ഒരു മുസ്ലിം വോട്ടുകൾ, ഞാൻ ഈ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് മുസ്ലിം വോട്ടുകൾ കൃത്യമായിട്ട് MP രാജേഷിനെ പോൾ ചെയ്തുകൊണ്ട് മാത്രം 3500 വോട്ട് ജയിച്ചു. തൃത്താല കഴിഞ്ഞ പ്രാവശ്യം തോറ്റത് AKGക്കെതിരെ പിന്നെ ബൽറാം നടത്തിയ വർത്തമാനം കൊണ്ടാണ്. ഞാൻ തൃത്താലക്കട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത്. അതുണ്ടാക്കിയ വല്ലാത്ത, കാരണം സാധാരണ ഇതിൽ വോട്ട് ചെയ്യാൻ പോകാതിരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പോയി വോട്ട് ചെയ്ത് ഇയാളുള്ള ദേഷ്യം കാരണം. ഞാൻ തൃത്താല കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഈ പേരാവൂരിൻ്റെ കാര്യം വിചാരിച്ച പോലെയാണ് വിചാരിച്ചത്. കാരണം MP രാജേഷ് അന്ന് അവിടെ ഒരു പുതിയ ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു LDF ജയിക്കുകയാണെങ്കിൽ രാജേഷും ജയിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് തോന്നുന്നു രാജേഷ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് വികാരപരമായി കാര്യങ്ങൾ എടുക്കാൻ, മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ തൃത്താല് എനിക്ക് തോന്നുന്നു ഇതുവരെ കാണാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ രാജേഷ് നടത്തിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് നോട്ട് ചെയ്യുന്ന പോലെയാണ് അദ്ദേഹം അവിടെ പിന്നെ കുടിവെള്ള പദ്ധതികളും റോഡുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മൊത്തം ഇപ്പോൾ നേരത്തെ സിദ്ദിഖിനെ വെച്ചിട്ട് വയനാട് ബാലൻസ് ചെയ്യുന്നത് പോലെ ബൽറാം ഇറങ്ങി നടന്ന് വർത്താനം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അയാൾ ചുറ്റും ആൾ കൂടുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വളരെ എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നുണ്ട്. തൃത്താല എനിക്കൊന്നും ഒരു ഉദാഹരണമായിരിക്കും. അപ്പോൾ അത് സാധാരണഗതിയിൽ ഇപ്പോഴത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDF കംഫർട്ടബിളാണ്, പാലക്കാട് കംഫർട്ടബിളാണ്. പക്ഷേ അപ്പോഴും ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. തൃത്താല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ചില അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസ്സിന് ഇപ്പോഴും പറ്റുന്നുണ്ട്, പ്രത്യേകിച്ച് CPMൻ്റെ കോട്ടകളിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പോലെ CPM 40,000 വോട്ടിന് ജയിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ആ നിയോജക മണ്ഡലത്തിൽ പോലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്തു. അപ്പോൾ പൊളിറ്റിക്സിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പാലക്കാട്ടെ മനുഷ്യരും വളരെ പൊളിറ്റിക്കലായിട്ടുള്ള മനുഷ്യരാണ്. ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ആലത്തൂർ എന്ന് പറയുന്നത് അവർക്ക് രമ്യ ഹരിദാസിൻ്റെ പാട്ട് കേട്ടിട്ടാണ് അവർ വോട്ട് ചെയ്തതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെ മനുഷ്യർ വോട്ട് ചെയ്തിട്ടുണ്ട്. MP രാജേഷ് പാലക്കാട് തോൽക്കുന്നത് MP രാജേഷ് മോശം പാർലമെൻറ്റേറിയൻ ആയതുകൊണ്ടായിരുന്നില്ല, പൊളിറ്റിക്സിൻ്റെ ക്വാളിറ്റിയാണ്. ആ പൊളിറ്റിക്സിൻ്റെ ക്വാളിറ്റി പാലക്കാട് ഇലക്ഷനിൽ വരും. LDF എത്രത്തോളം സ്ട്രോങ് വിക്കറ്റിലാണെന്ന് എനിക്കറിയത്തില്ല.
അപ്പം നമ്മൾ മലപ്പുറത്ത് വരാൻ രശ്മി, എന്താ മലപ്പുറത്തിൻ്റെ സീറ്റ്? കേരളത്തിലെ ഏറ്റവും അധികം നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. മലപ്പുറത്തിൻ്റെ വലിപ്പം പോലെ തന്നെ നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യത്തിലും 16 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ 13 എണ്ണത്തിലും UDF ആണ് ജയിച്ചിട്ടുള്ളത്. 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF ഉള്ളത്. തവനൂർ, അതേപോലെ താനൂർ, പൊന്നാനി. അപ്പോൾ ഇത്തവണ KT ജലീൽ കഴിഞ്ഞ തവണ തവനൂർ ജയിച്ചതുപോലെ വീണ്ടും KT ജലീൽ ജയിച്ചു വരാനുള്ള സാധ്യതകൾ കാണുന്നില്ല എന്നുള്ള തരത്തിലാണ് അവിടെ നിന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. KT ജലീൽ സാധ്യത വാങ്ങുന്നു. അതേപോലെ വീണ്ടും തവനൂർ UDFിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ പൊന്നാനി എന്ന് പറയുന്നത് LDFിൻ്റെ ഉറച്ച മണ്ഡലമാണ്. അവിടെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് UDFിന് എത്രത്തോളം സാധിക്കും എന്നുള്ളത് കണ്ടറിയണം എന്നുള്ള തെരഞ്ഞെടുപ്പിൽ മാത്രം വോട്ടിൻ്റെ ഇത് വെച്ച് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ താനൂർ V അബ്ദുറഹ്മാൻ മിനിസ്റ്ററാണ്, പുള്ളി ജയിച്ചു വന്നിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ ഇത്തരത്തിലാണ് UDFിന് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് പോലും LDFിന് ഒരു പ്രതിപക്ഷത്തെ പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു ജില്ലയും കൂടെയാണ് മലപ്പുറം. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും മികച്ച തോതിൽ UDFിന് ഏറ്റവും നല്ലൊരു മാർജിനിൽ ഏറ്റവും കൂടുതൽ MLA സമ്മാനിക്കാൻ പറ്റുന്ന, എല്ലാ കാലത്തും എന്നതുപോലെ പറ്റുന്ന ഒരു മണ്ഡലം ജില്ല തന്നെയായിരിക്കും മലപ്പുറം എന്നാണ് തോന്നുന്നത്. അതിപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 16 നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇത് നമ്മുടെ ഈ കേരളത്തിൻ്റെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഒരു പ്രധാന ഹേതുവായി വർത്തിച്ചതാണ് ഈ മലപ്പുറം ജില്ലാ രൂപീകരണം. മാത്രമല്ല, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്നറിയാം, എന്നോട് PK നാരായണ പണിക്കർ, വെള്ളാപ്പള്ളി നടേശനും ക്രൈസ്തവ സഭകൾ ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്. വാഴൂർ, കല്ലൂപ്പാറ 2 മണ്ഡലങ്ങൾ ഇല്ലാതായപ്പോഴാണ് മലപ്പുറത്ത് 2 സീറ്റ് കൂടിയത്. വാഴൂർ സീറ്റ് നായർ സീറ്റും കല്ലൂർപ്പാറ ചെറിയ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സീറ്റുമാണ്. അപ്പം ഞങ്ങളുടെ 2 സീറ്റിൽ പോയപ്പോൾ അവിടെ 2 സീറ്റ് കൂടി. ഇവിടുന്ന് തുടങ്ങുന്നു നമ്മൾ ഈ വെള്ളാപ്പള്ളി ഇപ്പോൾ ഈ അച്ഛന്മാരും ഒക്കെ പറയുന്ന ഈ കേരളത്തിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് യഥാർത്ഥം തുടങ്ങുന്നത് ഈ മലപ്പുറത്ത് 2 സീറ്റ്. അത് 2011 സംഭവം. അന്ന് ഞാൻ കലാമന്ദിൽ വർക്ക് ചെയ്യണം. അപ്പോൾ കലാമന്ദിക്ക് വേണ്ടി ഞാൻ അന്ന് ഇലക്ഷൻ്റെ ഇതിന് വേണ്ടി പോയപ്പോഴേക്കും ഈ 2 സീറ്റ് കൂടിയത് മലപ്പുറത്ത് കൂടാൻ കാരണം മധ്യ തിരുവിതാംകൂറിലെ 2 സീറ്റ് കുറഞ്ഞാണ്. അപ്പോൾ അവിടെ മധ്യ തിരുവിതാംകൂർ ജനസംഖ്യ കുറയുകയും മലപ്പുറത്ത് ജനസംഖ്യ കൂടുകയും ചെയ്യുന്നത് ഇപ്പോൾ ഈ നരേഷൻ ഉണ്ടല്ലോ, ഈ നരേഷൻ തുടങ്ങാനുള്ള പ്രധാന കാരണം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 16 സീറ്റ് എന്ന് പറയുന്നത് ലീഗിന് 76% മുസ്ലിം പോപ്പുലേഷനുള്ള ജില്ലയാണ് മലപ്പുറം. അവിടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ഒഴിച്ച്, പൊന്നാനിയും കൂടെ നോക്കുകയാണെങ്കിൽ UDFിന് ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുന്ന ഏക ജില്ല എന്ന് പറയുന്നത് എറണാകുളം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മലപ്പുറവും എറണാകുളമാണ് യഥാർത്ഥത്തിലേക്ക് വരാം നമുക്ക്. ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുന്ന ജില്ലകളിലൊന്നാണ് ഈ മലപ്പുറം. അവിടെ UDFിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ലീഗ് വിരോധികളായ കോൺഗ്രസ് നേതാക്കളെയും ലീഗ് വിരോധികളായ മുൻ ലീഗുകാരെയും ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ തന്ത്രം CPM പയറ്റുമ്പോൾ മാത്രമാണ് CPMന് LDFിന് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അതിനപ്പുറത്തേക്ക് ആർക്കും ചെയ്യാനില്ല. 2026 തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു തന്ത്രം പയറ്റുന്നത് കൊണ്ട് കാരണം KT ജലീലും അബ്ദുൾ റഹ്മാനൊക്കെ സാച്ചുറേറ്റഡ് ആയി. ഇനി അവരാവശ്യമുള്ള കളി നടക്കൂല. അതെ, ജലീൽ സ്ഥാനാർത്ഥിയാവുന്നില്ല എന്നുള്ള ഒരു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരു ക്ലീൻ സ്വീപ്പ് തന്നെയാണ് UDFിന്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ മുഴുവൻ സീറ്റുകളും പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് UDF പോവുകയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കണം. എന്താ ജേക്കബിൻ്റെ തോന്നല്? പോസിബിളാണ്. അത് നമ്മളതില്ല എന്ന് പറയേണ്ടതില്ല. അത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഒരു ഇൻഡിക്കേഷൻ വെച്ച് നോക്കുമ്പം അങ്ങനെ തന്നെയുണ്ട്. അത് സത്യത്തിൽ ഈ മലപ്പുറത്തെ നമ്മൾ ഈ മുസ്ലിം കൺസോളിഡേഷൻ എന്ന് പറയുമല്ലോ, മലപ്പുറത്തെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ല കൂടിയാണത്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്ന കമ്മ്യൂണൽ പ്രോപ്പഗാൻഡ കൂടി ഞാനത് നേരത്തെ കാണുകയാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏറ്റവും അധികം ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരുന്നൊരു ജില്ലയാണ് മലപ്പുറം. മുസ്ലിം ലീഗിൽ നിന്നും വരുന്ന ടേൺ കോട്ട്സ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് ജയിക്കണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു ബേസ് വോട്ട് വേണമല്ലോ. ഇപ്പോൾ താനൂർ പോലെ അല്ലെ തവനൂർ പോലെ ഉള്ളൊരു മണ്ഡലത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ കൊണ്ടുവരുന്ന 10-15,000 വോട്ട് കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രത്യേകിച്ച് CPMൻ്റെ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തെ വളർച്ച, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച എന്നുള്ളത് ഫിനോമിനലായിരുന്നു. ആ വളർച്ച പക്ഷെ അത് വളരെ സ്ലോ പ്രോഗ്രസ്സാണ്. സ്ലോ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേസ് വളരെ, അത് ഇലക്ഷനിലേക്ക് റിസൾട്ട് വരണമെങ്കിൽ ഇലക്ഷൻ നമ്പർ കൂടും, SFIക്കാരുടെ എണ്ണം കൂടും. പക്ഷെ അത് ഇലക്ഷനിൽ വന്ന് ജയിച്ച് ഈ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലേക്ക് വോട്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു രാഷ്ട്രീയം വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. അത് എത്രത്തോളം മുമ്പോട്ട് കൊണ്ടുപോകാൻ LDFിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ട് ഓർക്കുന്നില്ല മദനിയെ കൂടി ഒരു എക്സ്പെരിമെൻറ്റ് CPM നടത്തിയത്. സത്യത്തിൽ അത് CPM നടത്തിയ ഏറ്റവും വലിയ സംബന്ധമായിട്ടുള്ള എക്സ്പെരിമെൻ്റാണ്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം പാലോളി മുഹമ്മദ് കുട്ടി ആ നാട്ടുകാരനായ ഒരു കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ട് നടക്കുന്ന ഒരു പൊളിറ്റിക്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് കുറുക്കുവഴിക്ക് വേണ്ടി പോയതാണ്.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ മുസ്ലിം കൺസോളിഡേഷൻ എന്ന് പറയുന്നത് നമ്മളതിനെ മൊത്തത്തിൽ എടുക്കുന്നതിന് പകരം ഇതിൻ്റെ അകത്ത് ആളുകൾ എന്തുകൊണ്ട് LDF നേരത്തെ വോട്ട് ചെയ്തിരുന്ന ആളുകൾ എന്തുകൊണ്ട് ഇപ്പോൾ വോട്ട് ചെയ്യുന്നില്ല, ഭരണം കൊണ്ടല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാരണം. ഭരണം മോശമായതുകൊണ്ട് ശരി ഞങ്ങളിനി LDF സർക്കാരിന് വോട്ട് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം കേരളത്തിലെ ഒരു മനുഷ്യന് എടുക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വോട്ട് ചെയ്ത ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടത് LDFൻ്റെ ഉത്തരവാദിത്തമാണ്, CPMൻ്റെ ഉത്തരവാദിത്തമാണ്. അത് വളരെ പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, പക്ഷേ ലോങ് ടൈമിലെങ്കിലും അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞു ഇതേ പ്രശ്നം നമ്മളിനി അങ്ങോട്ട് കേൾക്കാൻ വേണ്ടി പോകുന്നത് ഈ മലപ്പുറത്തെ ജനസംഖ്യ കൂടുന്നു, അവിടുത്തെ അസംബ്ലി സീറ്റ് കൂടുന്നു, മുസ്ലിങ്ങളുടെ പൊതുജീവിതത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ട കാര്യം. 1921 മലബാർ കലാപത്തിന് ശേഷം നമ്മുടെ പൊതുജീവിതത്തിൽ നിന്നും മുസ്ലിം പ്രസൻസ് പ്രാക്ടിക്കലി ഇല്ലാണ്ടായി എന്ന് നമ്മൾ കണക്കാക്കണം. അവിടെ നിന്ന് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ സ്വയം മാറി നിന്ന് മലബാർ കലാപം കൊണ്ട് വളരെയധികം നഷ്ടമുണ്ടായ ഒരു സമുദായം പതുക്കെ പിടിച്ചു കയറുകയാണ്. അവർ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് അതിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവർ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് ആ സമുദായം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ അതിനെ കമ്മ്യൂണലായിട്ട് കാണാനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ എല്ലാ പാർട്ടികളുടെയും ചെറുപ്പക്കാരുടെ നേതൃനിരയിൽ മുസ്ലിം പേരുകളുണ്ട്. ഇത് കാണുമ്പോഴേ ഇത് നേരത്തെ കേരളത്തിലെ ഉന്നത ജാതിക്കാരായ മനുഷ്യർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരുന്ന പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾ അവരുടെ കഴിവ് കൊണ്ട് അവർ കയറി വരുന്നുണ്ട്. ഇത് കാണുമ്പോഴേ വിരളി പിടിക്കാനുള്ള ഒരു 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 നൃശംസതയുടെ ഒരു രാഷ്ട്രീയം കേരളത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ വളരെ ലൈറ്റായിട്ട് കാണരുത്. അതിൻ്റെ അനുബന്ധമായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. അനദർ ഇന്ത്യ എന്ന് പറയുന്ന ദ ബിഗസ്റ്റ് മുസ്ലിം മൈനോറിറ്റി ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ 1947 ശേഷമുള്ള ചരിത്രത്തെ ഇത് ചെയ്യുന്ന പുസ്തകമുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് PhD തീസിസാണ്. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷമാണ് ആ പുസ്തകമായിട്ട് ഇറങ്ങുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന അത് വളരെ വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്. പക്ഷേ ഈ കേരളത്തിലെ മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനും എംപവർമെൻറ്റും ഉള്ള ഏക സ്ഥലം കേരളമാണ്. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു കാരണം കൂടെ ഉണ്ട്. അതിന് ഒരു പ്രധാന കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരെ ഈ പറയുന്ന ഒരു ഗെട്ടോയിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എംപവർമെൻറ്റിലേക്ക് കൊണ്ടുവന്നത്. ഒരു പരിധി വരെ തമിഴ്നാട്ടിലെ ദ്രാവിഡ പ്രസ്ഥാനവും അതിനെ അവരെ സഹായിച്ചിട്ടുണ്ട്. ഈ രണ്ട് സംസ്ഥാനങ്ങൾ ഒഴിഞ്ഞു കഴിഞ്ഞിരുന്നാൽ പൊളിറ്റിക്കലി എംപവേർഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി അല്ല ഇന്ത്യയിലെ മുസ്ലിംസ്. അപ്പോൾ കേരളത്തിൽ നിർഭാഗ്യവശാൽ ഈ പറയുന്ന ഒരു മുസ്ലിം കമ്മ്യൂണലൈസേഷന് അറിഞ്ഞോ അറിയാതെയോ CPM ഒരു നിമിത്തമാവുന്നു എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.